ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ കടകൾ, ഹോട്ടലൊക്കെ ഉണ്ട്. വന്നാൽ ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഇന്ന് പോണത് അതിൻ്റെ ഉള്ളിലൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ കാണിക്കാനാണ് കേട്ടോ. ഇന്നലെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് കാണിച്ചത്. ഇന്ന് നമ്മൾ ഹെർബൽ ഗാർഡൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ല പൂച്ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ല രസമുള്ള ഏരിയയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ആളുകൾ വിചാരിക്കും ചിലപ്പം മ്യൂസിയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മ്യൂസിയം മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളുണ്ട്. ഫാമിലിയായിട്ടായി വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനും കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടെ. പക്ഷേ ഇവിടുത്തെ ഈ പാർക്കിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാനുള്ള അനുമതിയില്ല. നമ്മൾ ഖത്തറിലൊക്കെ ആണെങ്കിൽ, ഖത്തറിലെ പാർക്കുകളിലൊക്കെ ആണെങ്കിൽ ഖത്തറികൾ, അറബികളെല്ലാം ഫുഡെല്ലാം വീട്ടിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുവന്ന് പാർക്കിൽ വെച്ച് ഭക്ഷണം കഴിച്ച് കുട്ടികളൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ട് പോണ മാതിരിയായിരിക്കും അവിടെ. പക്ഷെ അതിന് വൃത്തിയാക്കാനുള്ള ആളുകളും അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ അത് ചെയ്തു വെച്ചിട്ട് ഒരു പാർക്ക് തുടങ്ങുള്ളൂ. പക്ഷെ ഇവിടെ ഒരു അകത്തേക്ക് ഫുഡ് കയറ്റില്ല കേട്ടോ. പക്ഷെ ഫുഡ് അവിടെ ഒരു ഐസ്ക്രീമും ചായ എല്ലാം കിട്ടുന്ന കടയുണ്ട് അവിടെ. വലിയ റേറ്റ് ഒന്നുമില്ല, സാധാ റേറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കിഡിൻ്റെ ഐറ്റംസുകളുള്ള റൂം, ഒരു ഷെഡ് പോലെ ഉള്ള, അതിൽ ഓർക്കിഡിൻ്റെ എല്ലാ ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വിവിധ തരം ഓർക്കിഡ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഇതുപോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു അപ്പോൾ ഇതും അതിൻ്റെ മറ്റൊരു സൈഡാണ്. ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളുള്ളത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ പൂക്കളുമേ കുറേ ബട്ടർഫ്ലൈകൾ ഇങ്ങനെ പാറി നടക്കുന്നുണ്ടാവും. ഇതുപോലത്തെ ഒരു ചെടിയാണത്. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും ഇതുപോലത്തെ ഒരു ചെടിയുമേ ബട്ടർഫ്ലൈസുകൾ വന്ന് ഇരിക്കുന്നത്. അങ്ങനത്തെ ചെടികൾ നട്ട് വളർത്തിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബട്ടർഫ്ലൈസ് വിട്ടു പോവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളോട്ട് ചെല്ലുന്ന സമയത്താണ് അവിടെ ഒരു വേറൊരു സംഭവം കണ്ടത്. മുതലൻ്റെ പോലത്തെ ഒരു സെറ്റാക്കി കൊണ്ടുണ്ട്. അവർ ഫുൾ സെറ്റിങ്സ് ആയിട്ടില്ല. ഒരു മുതലൻ്റെ ഒരു പച്ചമ്മ ആക്കിയിട്ട് സെറ്റ്. ഇതാണ് നമ്മൾ എല്ലായിടത്തും കാണുന്ന ആൾ കേട്ടോ. പൂച്ചെടി, ഇത് നമ്മളെ പൂച്ചെടീൻ്റെ ഐറ്റംസുകളാണ് നേരത്തെ കണ്ടത്. ഇതുണ്ടോ, ഈ ചെടിയാണത്. ഇതുപോലത്തെ ചെടികൾ ഉണ്ടെങ്കിൽ ബട്ടർഫ്ലൈസ് വിട്ടു പോകില്ലല്ലോ. അങ്ങനെ അതിമ തന്നെ നിൽക്കുന്നു. ഇത് നമ്മളെ ചില കാടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ കാടുകളിലൊക്കെ ഇതുപോലത്തെ ഈ ചെടികൾ കണ്ടിട്ടുണ്ട്. അതിൽ ബട്ടർഫ്ലൈസുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതുപോലത്തെ ആമ്പൽ, ഇതൊക്കെ വെളിരാജ്യത്തു നിന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അവർ. താമര, പിന്നെ അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഒരു ഗാർഡൻ്റെ ഏരിയ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ റിങ്ങുകളിലും ഇത് നല്ലൊരു വെള്ളം ചാടുന്നൊരു
ഇതുപോലെ ഈ പറഞ്ഞ മാതിരി റിങ്ങുകളിൽ വിവിധ തരം ആമ്പൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ട് ചേമ്പ് അതുപോലത്തെ ആമ്പലുകളെല്ലാം റിങ്ങുകളിൽ ഓരോ തരം അതെല്ലാം ഒരു സ്ഥലത്ത് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നെയിമെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് അതിൽ. ഇനി അവർക്ക് നോക്കാം, വായിക്കാം, പഠിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വരുമ്പോൾ കാണുമ്പോൾ പഠിക്കാനൊക്കെ നല്ലൊരു സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും. നാളെ ഇവിടെ കുറേ മരുന്നുകളെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരിക. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ, ഒന്ന് കമൻറ്റിൽ പറയണേ. ഓക്കെ, ബൈ.